അപ്പോൾ നമുക്ക് ഈ ഒരു ഡീലിങ്ങിൻ്റെ സിംഗിൾ ബാൻഡ് റൗട്ടറിനെ വയേർഡായിട്ട്, അതായത് നമ്മുടെ മെയിൻ മോഡത്തിൽ നിന്ന് വയർ വലിച്ച് കേബിൾ വലിച്ച് ഇതിനകത്ത് എങ്ങനെ കണക്ടിവിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു മോഡത്തിൽ വയർലെസ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. വയേർഡായിട്ട് ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ അതിനകത്ത് ആദ്യം തന്നെ നമ്മൾ ഇതിനെ ചാർജപ്പ് ചെയ്യുക, അതായത് അഡാപ്റ്റർ കുത്തിയിട്ട് ഇത് പവർ ഓൺ ചെയ്യുക. പവർ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ 2 ലൈറ്റ് കത്തിക്കുന്നത് കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ നമ്മുടെ മെയിൻ മോഡത്തിൻ്റെ റൂട്ടറിൻ്റെ ഏതെങ്കിലും ഒരു ലാൻഡ് പോർട്ടിൽ നിന്ന് ഒരു ലാൻഡ് പോർട്ട് ഉണ്ടാവും. നിങ്ങളുടെ എല്ലാ റൂട്ടറിനും ഒരു ലാൻഡ് പോർട്ട് ഉണ്ടാവും, 1-2 ലാൻഡ് പോർട്ട് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ലാൻഡ് പോർട്ടിൽ നിന്ന് ഒരു കേബിൾ, ജസ്റ്റ് എതർനെറ്റ് കേബിൾ ഇതുപോലെ വലിക്കുക. ഇതിപ്പോൾ നമ്മൾ കോൺഫിഗറേഷൻ ചെയ്യാൻ തൊട്ടടുത്ത് വെച്ചാണ് നമ്മൾ കാണിക്കുന്നത്. ഇപ്പോൾ ഇതെല്ലാം ലോങ്ങിൽ വെച്ചാണെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. എന്നിട്ട് ആ ഒരു കേബിൾ ഈ ഒരു നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന റൗട്ടറിൽ കണക്ട് ചെയ്യുക. അപ്പോൾ ഈ കണക്ട് ചെയ്യാൻ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിൻ്റെ വാൻ പോർട്ട് WAN വാൻ എന്ന് കണ്ടില്ലേ, അപ്പോൾ ഒരു വാൻ പോർട്ടിൽ തന്നെ വേണം നമ്മൾ ഈ ഒരു റൗട്ടർ, അതായത് നമ്മുടെ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ റൗട്ടറിൽ നിന്ന് നമ്മൾ ഇതിനെ കണക്ട് ചെയ്യാൻ നേരത്ത് കേബിൾ വലിച്ച് നമ്മളിത് കണക്ട് ചെയ്യാൻ നേരത്ത് ഇതിൻ്റെ ഈ ഒരു വാൻ പോർട്ടിൽ തന്നെ വേണം കൊടുക്കാൻ, റൗട്ടറിൻ്റെ വാൻ പോർട്ടിൽ വേണം കൊടുക്കാൻ. വാൻ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് എന്നായിരിക്കും കാണിച്ചിരിക്കുന്നത്. ഈ ലാൻഡ് പോർട്ട് അല്ലാണ്ട് ഒരു പോർട്ട് മാത്രം ഡിഫറൻറ്റ് ഉണ്ടാവും. അപ്പോൾ അവിടെ വേണം നമ്മൾ കണക്ട് ചെയ്യാൻ. അതിനുശേഷം വേണം നമ്മൾ കോൺഫിഗറേഷൻ ചെയ്യാൻ. ആക്ച്വലി അത് കണക്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ 3 ലൈറ്റുകളും തെളിഞ്ഞ് ഇൻ്റർനെറ്റ് ഓൾറെഡി ആയി. പിന്നെ അതെങ്ങനെയാണ് നമ്മളൊരു മൊബൈലിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ മൊബൈലിൽ തന്നെ നോക്കാം. അതായത് മൊബൈലിൽ നമ്മൾ വൈഫൈ എടുക്കുമ്പോൾ ഇതിൻ്റെ മോഡൽ R03 എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ അത് എന്താണെന്ന് നോക്കുക. ഇപ്പോൾ വേറെ വൈഫൈയാണ് കണക്റ്റായി കിടക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ ഈ R03 എന്ന് പറഞ്ഞൊരു പേരൂടെ കാണിക്കും. അപ്പോൾ അതിനകത്ത് നമ്മൾ കണക്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ ഓൾറെഡി ഞാൻ കണക്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് കണക്റ്റ് ആയിരിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പുറകിൽ തന്നെ അതിൻ്റെ പാസ്വേഡ് ഉണ്ടാവും, വൈഫൈ പാസ്വേഡ്. അപ്പോൾ പാസ്വേഡ് ചോദിക്കുകയാണെങ്കിൽ R03യുടെ ആ ഒരു വൈഫൈ പാസ്വേഡ് എന്നുള്ള ഡിവൈസ് പാസ്വേഡ് അല്ല, വൈഫൈ പാസ്വേഡ് അടിച്ച് ഇതുപോലെ ഇതിനകത്ത് കണക്ട് ചെയ്തതിന് ശേഷം ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി കണക്റ്റഡ് ആണ്. വേറെ ഒന്നും ചെയ്യാതെ തന്നെ ഇതിനകത്ത് കോൺഫിഗറേഷൻ ചെയ്ത് നമുക്ക് കണക്റ്റഡ് ആവും. ഇത്ര സിമ്പിളായിട്ട് തന്നെ നമ്മൾ റൗട്ടറുകൾ കണക്റ്റഡ് ആവും. പക്ഷേ നമുക്ക് ഇതിൻ്റെ പേര് മാറ്റി R03 എന്ന് മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു പേരും പാസ്വേഡൊക്കെ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് കോൺഫിഗറേഷൻ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ കോൺഫിഗറേഷൻ ചെയ്തില്ലെങ്കിലും ഓൾറെഡി ഇതിനകത്ത് നെറ്റായി, ആ ഒരു കേബിൾ കൊടുത്തപ്പോൾ തന്നെ അതിനകത്ത് നെറ്റായി. എന്നാലും നമ്മൾ കോൺഫിഗറേഷൻ ചെയ്യാൻ അതിനായിട്ട് നമ്മുടെ ബ്രൗസർ ഓപ്പൺ ചെയ്യാം. ഇതിനകത്ത് നമ്മൾ ഈ ഒരു റൂട്ടറിൻ്റെ IP അടിച്ചു കൊടുക്കുക. അതായത് ഇതിനൊരു ഗേറ്റ് IP ഉണ്ട്, 192.168.0.1. ഇത് ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കൊടുക്കുക. സെലക്ട് ചെയ്യരുത്, എന്നിട്ട് എൻ്റർ കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരു ലോഗിൻ പേജ് വരും. അതായത് ഈ കാണുന്നതാണ് അതിൻ്റെ ഒരു ലോഗിൻ പേജ്. അപ്പോൾ ഈ ഒരു ലോഗിൻ പേജിലൊരു പാസ്വേഡ് ചോദിക്കും. ആ ഒരു പാസ്വേഡ് ഇതിൻ്റെ പുറകിലുണ്ടാവും, ഡിവൈസ് പാസ്വേഡ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു പാസ്വേഡാണ് അടിക്കേണ്ടത്, 347876 എന്ന് പറഞ്ഞിട്ട്. അതായത് അതിന് ഓരോന്നിനും ഓരോ പാസ്വേഡ് ആയിരിക്കും. നമ്മുടെ 347976 അത് വിളിച്ചു കൊടുത്ത് നമ്മൾ ലോഗിൻ ചെയ്യാൻ നേരത്ത് ജസ്റ്റ് ആദ്യം ഒരു എഗ്രി ചോദിക്കും. അപ്പോൾ നമ്മൾ എഗ്രി ചെയ്തതിന് ശേഷം ഇതിനകത്ത് 2 ഓപ്ഷൻ ചോദിക്കും. റൗട്ടർ മോഡാണോ അതോ എക്സ്റ്റൻഡർ മോഡാണോ എന്ന് ചോദിക്കും. നമുക്ക് ഇപ്പോൾ നോർമലി അല്ല, ഇത് നമ്മൾ റൗട്ടർ മോഡിലാണ് ചെയ്തേക്കുന്നത്. അതായത് കേബിൾ വലിച്ചാണ് ചെയ്തേക്കുന്നത്, എക്സ്റ്റൻഡർ പോലെയല്ല. നമ്മൾ റൗട്ടർ മോഡ് തന്നെ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുത്ത് എന്നിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതിനകത്തൊരു പേരും പാസ്വേഡും ഒക്കെ എഴുതി കാണിക്കും. അതായത് ഇതിന് ഓൾറെഡി ഉള്ള ഡിഫോൾട്ടായിട്ടുള്ള R03യുടെ യൂസർ നെയിമും പാസ്വേഡാണത്. അപ്പോൾ അത് മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഇവിടെ എന്തെങ്കിലും EXT എന്നോ കൊടുക്കുന്നത്. പിന്നെ പാസ്വേഡ് മാറ്റിയിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് കൊടുക്കാം. ഞാനിവിടെ വരുന്ന ഒരു 1 2 3 4 5 6 7 8 കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് അടിക്കുക. എന്നിട്ട് ഒരു ഡിവൈസ് പാസ്വേഡ് വയ്ക്കും. ഡിവൈസ് പാസ്വേഡും എന്തെങ്കിലും നമ്മൾ അടിച്ചു കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മളൊന്ന് അടിച്ചു കൊടുക്കുക ഡിവൈസ് പാസ്വേഡ്. നമുക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് അടിക്കാം. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മളത് കൺഫർമേഷൻ ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മൾ അടിച്ചു കൊടുത്ത ഡീറ്റെയിലൊക്കെ ചോദിക്കും. ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു വെയിറ്റിംഗ് കാണിക്കും. അതായത് ഒന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ടൈം കാണിക്കും. അപ്പോൾ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതുവരെ ഇതൊന്ന് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലൈറ്റുകൾ. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ആ ഒരു 3 ലൈറ്റുകളും, അതായത് ഈ ഒരു റൗട്ടറിലെ 3 ലൈറ്റുകളും അത് കത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ മൊബൈലിൽ നമ്മൾ നോക്കുക. നമ്മൾ അടിച്ചു കൊടുത്ത മൊബൈലിൽ അതിൻ്റെ വൈഫൈ നോക്കുമ്പോൾ നമ്മൾ ആ കൊടുത്തിരിക്കുന്ന ആ ഒരു വൈഫൈ കാണണം. ഇതിപ്പോൾ വേറെ വൈഫൈയിലാണ് കണക്ട് ആയിരിക്കുന്നത്. ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇത് കാണാൻ നിങ്ങൾക്ക് ആ ഒരു EXT എന്ന് പറഞ്ഞിട്ട് കണ്ടു. അപ്പോൾ അത് ഓൾറെഡി കണക്റ്റഡായി, നെറ്റുമായി. ഓക്കെ, അപ്പോൾ ഓൾറെഡി നെറ്റുമായിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കണക്ട് ചെയ്യാൻ നേരത്തെ പാസ്വേഡ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അടിച്ചു കൊടുത്താൽ പാസ്വേഡ് അടിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ വൈഫൈ
നമ്മൾ കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു നമ്മുടെ മോഡത്തിൽ നിന്ന് വയർ വഴി, അതായത് വയർ വലിച്ച് വയേർഡായിട്ട് ഒരു റൗട്ടർ കോൺഫിഗറേഷൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ ഇൻ്റർനെറ്റ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്ത് മെസ്സേജ് ചെയ്ത് ചോദിക്കുക, ഞാൻ അതിൻ്റെ ഉത്തരം തരുന്നതായിരിക്കും. സോ ഇതിൻ്റെ പ്രൊഡക്റ്റ് ലിങ്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ നമ്മുടെ ഈ ഒരു കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പ്രൊഡക്റ്റ് വാങ്ങി നിങ്ങൾക്ക് തന്നെ അത് ഇൻസ്റ്റാളേഷൻ ചെയ്യാവുന്നതാണ്.